ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ നടന്ന വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിൽ സിജോ ജനവിധി പ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങി. ഈ ഒരു വീഡിയോ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ അതിനുള്ള ഒരു സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി. എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇനിയെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് ബിഗ് ബോസും അതുപോലെ തന്നെ സെലക്റ്റായി വരുന്ന കണ്ടസ്റ്റൻസും ഒരുപോലെ ശ്രമിക്കേണ്ടതുണ്ട്. സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്നലെ പുറത്തായത് മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, ജനവിധി പ്രകാരം തന്നെയായിരുന്നു. ഹോട്ട്സ്റ്റാറിൽ സിജോന് ലഭിച്ച വോട്ടുകളുടെ കുറവ് മൂലം തന്നെയാണ് സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ പടിയിറങ്ങേണ്ടി വന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് സിജോനെ പറ്റിച്ച് പുറത്താക്കിയതാണ്. ശ്രീതുവും ഋഷിയും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോളിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് സിജോന്റെ പുറകിലാണ് നിൽക്കുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഉൾപ്പെട്ട പോളുകളിൽ സിജോ ഇന്നലെ എവിക്റ്റായി പുറത്തു പോകേണ്ട സാഹചര്യം വന്നതെന്ന്? അങ്ങനെയൊന്നുമല്ല. ഇന്നലെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത്. ഇത്രയും ജനങ്ങളുടെ പിന്തുണ കുറഞ്ഞു വരാനായിട്ട് ഉണ്ടായ കാരണം തീർച്ചയായിട്ടും റോക്കി തന്നെയാണ്. റോക്കി എന്ന പേര് ഉപയോഗിക്കാതെ സിജോന്റെ ഈ ഒരു വീഴ്ചയെ പറ്റി സംസാരിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമുക്കറിയാം, ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോ. ആദ്യത്തെ 2-3 ആഴ്ചകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോ. അത്രയേറെ ജനപിന്തുണ ഉണ്ടായിരുന്ന സിജോന് ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായ സമയത്ത് അത് കിട്ടാതെ പോയതിന്റെ കാരണം മറ്റൊന്നുമല്ല. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരു കണ്ടസ്റ്റന്റ് തനിക്ക് എന്തൊക്കെ സാധിക്കും, താൻ എന്താണ് എന്നുള്ള കാര്യം ശരിക്കും ജനങ്ങൾക്ക് മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട ഒരു സമയമാണ്. 3-ാം ആഴ്ച മുതൽ 8-ാം ആഴ്ച വരെ ഉള്ളൊരു സമയം. ആ സമയത്താണ് നമ്മളെ കൂടുതലും ജനങ്ങൾ അനലൈസ് ചെയ്യുന്നത്. നമ്മളുടെ ഗെയിം ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കാണാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഈ പറയുന്ന 3-ാം ആഴ്ച മുതൽ 8-ാം ആഴ്ച വരെയുള്ള സമയം. ആ സമയം സിജോന് ഭൂരിഭാഗവും ഇല്ലാതായി പോവുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ആദ്യ നാളുകളിൽ ഒരുപാട് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്ന സിജോന് റോക്കിയിൽ നിന്നും ഒരിക്കലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനുശേഷം ഒരു ഓപ്പറേഷന് സിജോ വിധേയനാവുകയും അത് കഴിഞ്ഞ് സിജോന്റെ വായിൽ ഈ പറഞ്ഞ പോലെ 10 ബാൻഡേജും 1 പ്ലേറ്റും 4 സ്ക്രൂകളും അടങ്ങുന്ന അത്രയും ക്രിട്ടിക്കലായിട്ടൊരു സിറ്റുവേഷനിലൂടെ സിജോ കടന്നു പോയപ്പോഴും തൻ്റെ വീട്ടിൽ പോലും പോകാതെ, സ്വന്തം മാതാപിതാക്കളോട് പോലും സംസാരിക്കാതെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരണം എന്നുള്ള താല്പര്യത്തോടു കൂടി ബിഗ് ബോസിലേക്ക് വന്നൊരു വ്യക്തിയാണ് സിജോ. ഈ ഒരു സമയത്ത് സിജോന്റെ ജനപിന്തുണ കൂട്ടിയുറപ്പിക്കാൻ സിജോന് സാധിക്കുമായിരുന്നില്ല. കാരണം അതിനുള്ള സമയം ഓൾറെഡി അവിടെ കഴിഞ്ഞുപോയി. പക്ഷേ സിജോ തൻ്റെ മാക്സിമം ഈ ഒരു അവസാന സമയത്ത് ശ്രമിച്ചെങ്കിൽ തന്നെ അത് പോരാതെ വരും. സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും എത്തിയ സിജോ ഒരു കാട്ടുതീ പോലെ താൻ ആളിക്കത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അത് എത്രത്തോളം സിജോന് നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാൻ തന്നെ പറ്റും. കാരണം ഫിസിക്കൽ കണ്ടീഷൻ, സിജോ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. തൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ബിഗ് ബോസ് ഹൗസിൽ 100% ആക്റ്റീവായിട്ട് നിൽക്കുന്നതിന് സിജോന് തീർച്ചയായിട്ടും ഒരു വിലങ്ങുതടിയായിട്ട് തന്നെ മാറി. ഇതിനൊക്കെ കാരണം റോക്കി എന്ന ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ്. ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരുന്ന 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന അസി റോക്കിയും സിജോ ജോണും. ഇവർ രണ്ടുപേരും ആ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ കാരണമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ടൈറ്റിൽ വിന്നർ ആകുന്ന ഒരു സ്ഥാനത്ത് സിജോയും അതുപോലെ തന്നെ റണ്ണറപ്പ് എന്ന സ്ഥാനത്ത് ഈ പറയുന്ന അസി റോക്കിയും എത്തി നിന്നാനെ. കാരണം അത്രയേറെ ജനങ്ങളുടെ സപ്പോർട്ടും അത്രയേറെ താല്പര്യപ്പെട്ടിരുന്നു അവരെ ബിഗ് ബോസ് കാണുന്ന കാണികൾ. എന്നിട്ടും 2 പേർക്കും പുറത്താവേണ്ട ഒരു കാരണത്തിലൂടെയാണ് വന്നത്. എന്തൊക്കെയാണെങ്കിലും സിജോന്റെ പുറത്താക്കലിൽ ഏറ്റവും വലിയൊരു കാരണക്കാരനായത് അസി റോക്കി തന്നെയാണ്. അതിനകത്ത് നമുക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയേണ്ടി വരും. കാരണം റോക്കി തകർത്തത് തീർച്ചയായിട്ടും റോക്കിയുടെ സ്വന്തം ജീവിതം മാത്രമല്ല, സിജോ എന്ന് പറഞ്ഞ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ഒരു പയ്യന്റെ ഭാവി കൂടിയാണ് റോക്കി അവിടെ ഇല്ലാതാക്കിയത്. ഇത് നമുക്ക് ഇങ്ങനെ തുറന്നു തന്നെ പറയേണ്ടി വരും. ഒരു സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല. കാരണം റോക്കി ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. റോക്കി ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ പുറത്ത് തുടരുത്, അവനോട് ഞാൻ പറഞ്ഞിരുന്നു തുടരുത് എന്നുള്ള കാര്യം. എന്നിട്ടും അവൻ എൻ്റെ പുറത്ത് തൊട്ടു, അതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത്. റോക്കി ശരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു ടൈമിൽ പറഞ്ഞൊരു കാര്യം, എൻ്റെ പുറത്ത് നീ തൊട്ട് നോക്കടാ എന്നാണ്. തൊട്ട് നോക്കടാ എന്ന് പറഞ്ഞപ്പോൾ സിജോ പയ്യെ റോക്കിയുടെ പുറത്ത് ഇങ്ങനെ തൊട്ട് നോക്കി. അപ്പോൾ റോക്കി അവിടെ വെച്ച് സിജോനെ അറ്റാക്ക് ചെയ്യുകയും സിജോന്റെ ഫേസിൽ നല്ല രീതിയിൽ ഒരു പഞ്ച് ചെയ്യുകയാണ് ഉണ്ടായത്. ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യവും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെയും സംഭവിക്കാത്തതുമായൊരു കാര്യമാണ് അന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6 സംഭവിച്ചത്.
അപ്പോൾ തീർച്ചയായിട്ടും റോക്കി എന്ന കണ്ടസ്റ്റന്റ് ഈ പറയുന്ന സിജോന്റെ പുറത്താക്കലിനോടും എല്ലാത്തിനോടും എന്താണ് തൻ്റെതായിട്ടുള്ള ഒരു ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം സിജോന്റെ പുറത്താക്കലിനോടനുബന്ധിച്ച് ഇത് കാണുന്ന സിജോന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളെല്ലാവരും ആദ്യം തന്നെ മനസ്സിൽ ഓർക്കുന്നതും ആദ്യം തന്നെ മനസ്സിൽ കുറ്റം പറയുന്നതുമായ ഒരു പേര് അസീർ റോക്കിയുടെ തന്നെ ആയിരിക്കും. ഇതിൽ റോക്കി സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. റോക്കി അവിടെ ഇല്ലാതാക്കിയത് റോക്കിയുടെ കൂടി ജീവിതമാണ്. കാരണം അസീർ റോക്കി എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസിനെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ വിന്നർ ആകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് അതുപോലും ചിന്തിക്കാതെ ഒരു സമയത്ത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ തൻ്റെതായിട്ടൊരു പേര് പതിക്കണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി അത്രയുമേറെ താല്പര്യത്തോടു കൂടി വന്ന സിജോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിന്റെ ഭാവി കൂടി ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയാണ് റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തൊക്കെയായാലും ഈ ഒരു സമയത്ത് സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഇനി ഇതിനെ അനുബന്ധിച്ച് നമ്മൾ അധികം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. എന്തൊക്കെയാണെങ്കിലും പുറത്തിറങ്ങിയുള്ള ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം അത്രയും ടാലൻ്റ് ഉള്ള അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന വളരെ മാന്യനായ ഒരു പയ്യനാണ് നമ്മുടെ സിജോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസീർ റോക്കി തന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് എന്തെങ്കിലും എടുത്ത് അടിക്കുകയോ അല്ലെങ്കിൽ അസിയെ അടിക്കാനായിട്ട് ആംഗ്യം കാണിക്കുകയോ എന്ത് വേണമെങ്കിലും ആ ഒരു സമയത്ത് സിജോൻ അവിടെ ചെയ്യാമായിരുന്നു. പക്ഷേ അസിയെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു മൂവ്മെന്റ് പോലും സിജോന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അത് ആ ഒരു ഷോക്കും അതുപോലെ തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിനും സിജോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് കൊടുത്ത ഒരു വാല്യൂ തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തൊക്കെയായാലും പുറത്തിറങ്ങിയുള്ള ജീവിതത്തിൽ സിനിമയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സിജോ ആഗ്രഹിക്കുന്നത് ഏത് പ്ലാറ്റ്ഫോമാണോ അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ജീവിതം സിജോന് നേരുന്നു. എന്തൊക്കെയായാലും സിജോ പുറത്തു പോയതിൽ ഒരുപാട് സങ്കടമുണ്ട്. അതുപോലെ തന്നെ ഒരു അൺഫെയർ എവിക്ഷൻ എന്ന് ഞാനിതിനെ പറയുന്നില്ല. വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സിജോ ജോൺ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത്. എന്തൊക്കെയാണെങ്കിലും ഞാൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. ടോപ്പ് 5 വരണമെന്ന് ഞാൻ വിചാരിച്ചതും അതുപോലെ തന്നെ ഞാൻ പ്രഡിക്ഷൻ ചെയ്ത ടോപ്പ് 5 ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതുമായ ഒരു പേര് തന്നെയായിരുന്നു സിജോൻ്റേത്. അപ്പോൾ സിജോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയതിൽ ഒരുപാട് സങ്കടമുണ്ടെന്ന് ഒന്നുകൂടി അറിയിച്ചുകൊള്ളുന്നു. എന്തൊക്കെയായാലും പുറത്തിറങ്ങിയുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ സ്നേഹവും സന്തോഷവും നേരുന്നു. എന്തൊക്കെയായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്